ദ്രൗപദി മുർമു തൻ്റെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ എന്നവകാശപ്പെട്ട് കാര്യങ്ങളെ അക്കമിട്ട് നിരത്തുകയാണ്. സ്ത്രീ ശാക്തീകരണത്തെ സംബന്ധിച്ച് വനിതാ ബിൽ പാസ്സാക്കിയത്, 370 വകുപ്പ് എടുത്തു കളഞ്ഞത്, രാമക്ഷേത്ര നിർമ്മാണം, ഇതൊക്കെയും വലിയ സർക്കാരിൻ്റെ വലിയ നേട്ടങ്ങളായി. സാമ്പത്തിക വളർച്ച, ഇതൊക്കെ സർക്കാരിൻ്റെ നേട്ടങ്ങളായാണ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ മന്ദിരത്തിൽ ആദ്യമായാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇത്തരത്തിലൊരു അഭിസംബോധന നടത്തുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇരുസഭകളെയും ബജറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച നയപ്രഖ്യാപനത്തിൽ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുകയാണ്. തൻ്റെ സർക്കാരിൻ്റെ പേരിൽ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞവ ഇവയാണ്: കാർഷിക രംഗത്തെ നേട്ടം, സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട നേട്ടം, രാമക്ഷേത്ര നിർമ്മാണം, 170 വകുപ്പ് എടുത്തു കളഞ്ഞത് കാശ്മീരിന്മേലുള്ള ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് വലിയ നേട്ടങ്ങളായി സർക്കാർ അവകാശപ്പെട്ടത്, രാഷ്ട്രപതി പറഞ്ഞത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കാളിദാസ് കൂടിച്ചേരുകയാണ്. കാളിദാസ്, എന്തൊക്കെയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്നത്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഘട്ടത്തിലെ ഒരു ബജറ്റ് എന്ന രീതിയിൽ കൂടി? ജിംഷാദ്, രാജ്യത്തിന്റെ നേട്ടങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രപതി തന്റെ പ്രസംഗം തുടങ്ങിയത്. തന്റെ പ്രസംഗത്തെ അതെ ജിംഷാദ്, രാജ്യത്തിന്റെ ഇതുവരെയുള്ള 1 വർഷത്തെ അല്ല 10 വർഷത്തെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രപതി പാർലമെന്റിൽ തന്റെ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങിയത്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം രാജ്യത്തിന്റെ 1 വർഷത്തെ അല്ല, ഇപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ 10 വർഷത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസംഗം നടത്തിയത് രാഷ്ട്രപതി. അതിൽ എടുത്തു പറയുന്നത് ക്ഷേത്ര നിർമ്മാണം, അയോധ്യ ക്ഷേത്ര നിർമ്മാണം, അതേപോലെ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എടുത്തു പറയുന്നുണ്ട്. 7.5 രാജ്യം എത്തിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രപതി പറഞ്ഞത്. മാത്രമല്ല മറ്റു കാര്യങ്ങൾ, G20 സമ്മേളനത്തിന്റെ വിജയകരമായി നടത്തിയതിനെക്കുറിച്ചും, G20 സമ്മേളനം വിജയകരമായി നടത്തിയതിനെക്കുറിച്ചും, അതേപോലെ രാജ്യത്തിന്റെ വികസന മുന്നേറ്റങ്ങളെക്കുറിച്ചും ഒക്കെയാണ് രാഷ്ട്രപതി എടുത്തു പറഞ്ഞത്. ബഹിരാകാശ ദൗത്യങ്ങളെ ഒന്നും വിട്ടുപോയിട്ടില്ല. ഇതെല്ലാം കൃത്യമായി രാഷ്ട്രപതി പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വനിതാ ബിൽ പാസ്സാക്കിയതിനെ കുറിച്ചും, രാജ്യം ഇപ്പോൾ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി നിൽക്കുന്ന, സാമ്പത്തിക ശക്തിയായി വളർന്ന കാര്യവും മറ്റു കാര്യങ്ങൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗരീബി ഹട്ടാവോ എന്ന കാര്യം ചെറുപ്പം തൊട്ടേ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ അത് വ്യക്തമായി കാണാൻ പറ്റി എന്ന തരത്തിലാണ് രാഷ്ട്രപതി പറഞ്ഞത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം പൂർണ്ണമായി വിജയിപ്പിക്കാൻ ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന് സാധിച്ചു. മറ്റു കാര്യങ്ങൾ, കോവിഡ് കാലത്ത് ദുർബല വിഭാഗങ്ങൾക്ക് സൗജന്യ റേഷൻ ഉറപ്പാക്കാൻ സർക്കാരിന് സാധിച്ചു. സാമ്പത്തിക രംഗം ഇടയ്ക്ക് കുറച്ച് തിരിച്ചടികൾ നേരിട്ടെങ്കിലും സാമ്പത്തിക രംഗം കൃത്യമായി കൈകാര്യം ചെയ്യാൻ സർക്കാരിന് സാധിച്ചു എന്ന തരത്തിലും രാഷ്ട്രപതി പറഞ്ഞിട്ടുണ്ട്. എടുത്തു പറയേണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ അയോധ്യ ക്ഷേത്ര നിർമ്മാണം രാജ്യത്തിനൊരു വലിയ നേട്ടം എന്ന തരത്തിലാണ്. ഈ ഒരു ക്ഷേത്ര നിർമ്മാണത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ദ്രൗപദി മുർമു രാഷ്ട്രപതി പറഞ്ഞത്. മറ്റു കാര്യങ്ങളിലേക്കാണെങ്കിൽ കാളിദാസാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും രാമക്ഷേത്ര നിർമ്മാണം, 370 വകുപ്പ് കശ്മീരിൽ നിന്നും അടർത്തി മാറ്റിയത് അടക്കമുള്ളവയാണ് രാഷ്ട്രീയ നേട്ടങ്ങളായി മോദി സർക്കാർ അവകാശപ്പെടുന്നതാണ് നയപ്രഖ്യാപനത്തിലൂടെ അല്പം മുമ്പ് രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയത്. ഇരുസഭകളെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം പൂർത്തിയായത്. ഇനി ഇതിന്മേലുള്ള ചർച്ചയും ബജറ്റ് അവതരണവുമാണ്. നാളെയാണ് കേന്ദ്ര ബജറ്റ് അവതരണം. മോദി സർക്കാരിൻ്റെ അവസാന ബജറ്റ് എന്ന നിലയിലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുമൊക്കെയുള്ള പ്രതീക്ഷകളാണ് സംസ്ഥാനങ്ങളടക്കം മുമ്പോട്ട് വെക്കുന്നത്. സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ ദ്രൗപദി മുർമു സൂചിപ്പിച്ചത്, തൻ്റെ സർക്കാർ 7.5% സാമ്പത്തിക വളർച്ച കൈക്കലാക്കാനായി എന്നുള്ളതാണ്. ഇതൊക്കെ മോദി സർക്കാരിൻ്റെ നേട്ടമായിട്ടാണ് എടുത്തു പറയുന്നത്. കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങൾ അടക്കമുള്ളവയും ദ്രൗപദി മുർമു സൂചിപ്പിച്ചു സർക്കാരിൻ്റെ നേട്ടങ്ങളായി. ധൻകറിലേക്ക്. Increasing profits under the PM Kisan